അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ചുകൊണ്ട് ജീവിക്കുക. കാരണം വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വതൂബൂ ഇലല്ലാഹി ജമീഅ, നാം എപ്പോഴും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന്. എന്നിട്ട് ശേഷം ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിക്കുകയാണ്, എന്തിനാണ് തൗബ ചെയ്യുന്നത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നാം വിജയികളായി തീരാനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാ നിലയ്ക്കും നാം വിജയിക്കാൻ വേണ്ടിയാണ് നാം തൗബ ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹു താല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ രൂപത്തിൽ തൗബ ചെയ്തുകൊണ്ട് നാം ജീവിക്കുക. തൗബ ചെയ്യുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. തൗബ സ്വീകരിക്കണമെങ്കിൽ 4 ഷർത്ത് അനിവാര്യമാണ്. ഒന്നാമതായി അവിടുന്ന് പറയുകയാണ്, ചെയ്ത തെറ്റിനെ തൊട്ട് പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. രണ്ടാമതായി ഹബീബ് പഠിപ്പിക്കുകയാണ്, ചെയ്തു പോയ പ്രവർത്തനത്തിൻ്റെ മേൽ ഖേദമുണ്ടാവുക. അള്ളാഹുവെ, എന്നിൽ നിന്ന് ആ തെറ്റ് സംഭവിച്ചു പോയി എന്ന് നിഷ്കളങ്കമായ ഖേദം നമ്മളെ കൽബിലുണ്ടാവുക. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. ഈ 3 ഷർത്തുകളുമാണ് അള്ളാഹുവിൽ ബാധകമായിരിക്കുന്നത്. 4ാമത്തെ ഷർത്ത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഹക്കിടപാടുകൾ, കടം കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകൾ കൊടുത്തിട്ട് തൗബ ചെയ്താലേ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.